സംസ്ഥാനത്ത് അവയവ മാഫിയയുടെ ചൂഷണം മാതൃഭൂമി ന്യൂസിലൂടെ തുറന്നു പറഞ്ഞ ഇര. കരൾ നൽകിയ ശേഷം വാഗ്ദാനം ചെയ്ത പണം നൽകാതെ ഏജന്റുമാർ കബളിപ്പിച്ചു എന്നാണ് പരാതി. തൃശൂർ സ്വദേശിനിയായ ഏജന്റ് 10 ലക്ഷം രൂപയാണ് കരളിന് വാഗ്ദാനം ചെയ്തത്. ഇതിൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം തരാം എന്നേറ്റ 5 ലക്ഷം രൂപ ഏജന്റ് തട്ടിയെടുത്തു എന്നാണ് ആരോപണം. കടം വീട്ടാനും പെൺമക്കളെ പഠിപ്പിക്കാനും വേണ്ടി വർക്കല സ്വദേശി നാഗേശ്വരിയാണ് കരൾ വിൽപ്പന നടത്തിയത്. പേഷ്യൻ്റ് വീട്ടുകാരും എനിക്കായിട്ട് അത്ര വലിയ അടുപ്പമില്ലായിരുന്നു. ഏജൻ്റായിരുന്നു എൻ്റെ ഇടയ്ക്കുള്ളത്. അപ്പോൾ അവരുടെ ഇടപെടലാണ് ഇത് എല്ലാത്തിനും ഞാൻ ഇറങ്ങി പുറപ്പെട്ടത്. പക്ഷേ എൻ്റെ കയ്യിൽ പൈസ എത്തിയിട്ടില്ല. ഏജൻറ്റാണ് അവരുടെ പേഷ്യൻ്റ് വീട്ടുകാരിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് എനിക്ക് തരാതെ അവരതെടുത്ത് മറിച്ചിട്ട് എനിക്ക് തരാമെന്ന് പറഞ്ഞ ദിവസത്തിൽ ചോദിച്ചപ്പോഴത്തേക്ക് അവർ ആത്മഹത്യ ചെയ്ത്. എൻ്റെ അടുത്ത് 10 ലക്ഷം എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ അതിലും കൂടുതൽ കൊടുത്തെന്നാണ് പിന്നെ അറിയാൻ കഴിഞ്ഞത്. എൻ്റെ പേരും പറഞ്ഞ് വാങ്ങിയതെന്നും എല്ലാം കൂടെ ഒരു 6 ലക്ഷം രൂപ. പിന്നെ ഹോസ്പിറ്റൽ ബില്ല് ഞാൻ തന്നെയാണ് എല്ലാം അടച്ചത്. 6 ലക്ഷം രൂപയ്ക്ക് പുറത്ത് അവരയിലുണ്ട്. ഏജൻറ്റ് തട്ടിയെടുത്തിട്ടുണ്ട്. ഏജൻറ്റിൻ്റെ വീട് പെരുമ്പിലാവിലാണ്, കോടതിപ്പടിയിൽ. പിന്നെ അവരുടെ കൂടെ വരുന്ന മൊത്തം അവരുടെ ചേച്ചിയാണ്. ചേച്ചിയും ചേച്ചിയുടെ ഹസ്ബൻഡുമാണ് എല്ലായിടം പോകുന്നത്. പിന്നെ വേറൊരു പയ്യനുണ്ട് ഇവരുടെ കൂടെ, സുധീഷ് എന്ന് പറയുന്നത്. രജനി. അവരുടെ ചേച്ചിയുടെ പേര് കല്യാണി. ഇവർ പലരെയും ഒരുപാട് പേരെ കൊണ്ടുപോയിട്ടുണ്ടെന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. പിന്നെ അറിഞ്ഞത് കൊല്ലത്തുനിന്നൊക്കെ ഉള്ളവർ വിളിച്ച് പറഞ്ഞായിരുന്നു. ഞാൻ പിന്നെ അന്വേഷിച്ചപ്പോഴത്തേക്ക് എൻ്റെ കാര്യം വന്ന് ഇവർ മരിച്ചന്വേഷിച്ചപ്പോഴത്തേക്ക് പലരും പറഞ്ഞറിഞ്ഞായിരുന്നു. എൻ്റെ സർജറി കഴിഞ്ഞത് ഞാൻ അറിയാതെ തന്നെ മൊത്തം പൈസയും പേഷ്യൻ്റെ വീട്ടുകാരിൽ നിന്ന് വാങ്ങിച്ചിട്ട് എനിക്ക് പാതി പൈസയും കൊണ്ടുവന്നിട്ട് എന്നെ കൊണ്ട് തന്നെ ഹോസ്പിറ്റൽ ബില്ലും അടപ്പിച്ച് എൻ്റെ ഹോസ്പിറ്റലിലെ കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷം അവരെനിക്ക് ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞിരുന്ന പൈസ അവർ തരാതെ തന്നെ മുമ്പേ കൂട്ടി അവർ എടുക്കുകയാണ് ചെയ്തത്. 5 ലക്ഷം രൂപ എടുത്തിട്ട് പിന്നെ എനിക്ക് വേണ്ടി പേഷ്യൻ്റെ വീട്ടുകാർ വേറെ അധികം 1-2 ലക്ഷം രൂപ കൂടെ അധികം കൊടുത്തെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതും എനിക്ക് കിട്ടിയില്ല. പിന്നെ ഡോണറെ കിട്ടിയില്ലെങ്കിൽ ഇവർ തന്നെ പരസ്പരം മാറി മാറി ഫസ്റ്റ് ചെക്കപ്പിന് വേണ്ടിയിട്ട് പേഷ്യൻ്റെ വീട്ടുകാരിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് പല തട്ടിപ്പുകളും അങ്ങനെയും നടത്തിയിട്ടുണ്ട്. പിന്നെ ഒരു ദിവസത്തേക്കൊക്കെ ആ പൈസ കിട്ടാൻ വേണ്ടി അടുത്തുള്ളവരെ അന്നത്തെ ഒരു ദിവസത്തെ പൈസ കൊടുത്തിട്ട് കൊണ്ടുപോകുന്നതുണ്ട്. കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവരെ ബന്ധുക്കളെ തന്നെ ഡോണറായിട്ട് കൊണ്ടുപോയിട്ട് ആ പൈസ വാങ്ങിക്കും. അത് കൊല്ലത്തുള്ളൊരു പയ്യൻ്റെ നിന്നും ഒരു ചേച്ചിയുടെ നിന്നും 4 ലക്ഷം രൂപ വാങ്ങിച്ചിട്ടുണ്ടെന്നും അവരും എന്നോട് വിളിച്ച് പറഞ്ഞായിരുന്നു. അത് ഞാൻ അറിഞ്ഞാണ്. ഇപ്പം എനിക്കൊരു ജോലിക്ക് പോലും പുറത്ത് പോകാൻ പറ്റത്തില്ല. ആ ഒരവസ്ഥയിലാണ്. ഇപ്പോൾ പുറത്തെവിടെയെങ്കിലും ഒരു ജോലിക്ക് പോയി മക്കളെ വളർത്താമെന്ന് പറഞ്ഞാൽ അതിന് പോലും കഴിയാൻ പറ്റൊരു സാഹചര്യമാണ്. അത്രയ്ക്കൊരു രോഗിയായിട്ട് മാറി. പലരും നന്നാണ് ഞാൻ ഇപ്പോൾ കഴിയുന്നത്. സഹായിക്കാൻ ആരുമില്ലായിരുന്നു. 2 പെൺകുട്ടികൾ മാത്രം. ഒരു കച്ചവടം തുടങ്ങാനായിട്ട് ഒരു ചാരിറ്റിയിൽ ഒരു നർഗീസ് ബേഗം എന്ന് പറഞ്ഞൊരു ഇത്ത സഹായിച്ചായിരുന്നു. പക്ഷേ കട തുടങ്ങാനെ കൊണ്ട് പറ്റിയില്ല. വീണ്ടും എനിക്ക് പനി കൂടി ന്യൂമോണിയയുടെ അവസ്ഥയെത്തി. ഞാൻ പിന്നെ ഒരു ചെക്കപ്പ് ഒന്നും നടത്തിയിട്ടില്ല ഇതുവരെ. ഇനി സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ട് അത് വീടെന്ന് പറയാൻ പറ്റത്തില്ല. 15 വർഷത്തിൽ കൂടുതലായി തകര ഷീറ്റ് അടിച്ചിട്ട് അതിപ്പം മഴ പെയ്താൽ ഒരു തുള്ളി വെള്ളവും വെളിയിൽ പോകില്ല. ലിഷോ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ലിഷോ, വല്ലാത്തൊരവസ്ഥയിലാണ് അവർ വന്ന് പെട്ടിരിക്കുന്നത് എന്ന് മനസ്സിലാവുന്നു. കൂടുതലായി എന്തൊക്കെ കാര്യങ്ങളാണ് ലിഷോയുടെ അവർ പങ്കുവച്ചത്? മോത്തി, നമുക്കറിയാം, നമ്മൾ ഒരു അവയവമൊക്കെ തന്നെ പകുത്ത് നൽകാനുള്ളൊരു മാനസികാവസ്ഥയിൽ എത്തണമെങ്കിൽ, അത് പൈസയ്ക്ക് വേണ്ടി വിൽപ്പന നടത്തണമെങ്കിൽ എത്രത്തോളം ബുദ്ധിമുട്ടായിരിക്കും അവരുടെ ഒരു ജീവിതം എന്നുള്ളത് നമുക്ക് ഒന്ന് ഊഹിച്ചാൽ തന്നെ മനസ്സിലാക്കും. 2 പെൺമക്കളാണ്. ഭർത്താവ് നേരത്തെ കോവിഡ് കാലത്ത് മരിച്ചു പോയതാണ്. അദ്ദേഹം പക്ഷേ കുറേയധികം കാലം ഈ ബൈക്ക് അപകടം പറ്റി കഴുത്തൊടിഞ്ഞ് കിടപ്പിലായതായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ ചികിത്സയ്ക്കായി ഒരുപാട് കടമുണ്ടായി. കൂടാതെ 2 പെൺമക്കളാണ്. അവരെ പഠിപ്പിക്കാനായി ഈ പണത്തിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. പക്ഷേ അതൊന്നും തന്നെ ഈ നാഗേശ്വരിയുടെ പക്കൽ ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒടുവിൽ എന്ത് ചെയ്താൽ കുറച്ച് പണം ലഭിക്കുമെന്നുള്ള കാര്യം അന്വേഷിച്ചപ്പോഴാണ്, കൊല്ലത്തുള്ള കുറച്ച് വ്യക്തികളോട് അന്വേഷിച്ചപ്പോഴാണ് ഇത്തരത്തിൽ അവയവദാനത്തിലൂടെ പണം നേടാൻ കഴിയുമെന്നുള്ളൊരു വിവരം ഇവരറിയുന്നത്. അങ്ങനെ ഇവർ ഈ എറണാകുളത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തുന്നു. അവിടെ വെച്ചാണ് തൃശ്ശൂർ പെരുമ്പിലാവ് കോടതിപ്പടി സ്വദേശിയായ രജനിയെയും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് ആളുകളെയൊക്കെ തന്നെ പരിചയപ്പെടുന്നത്. അങ്ങനെ ഇവരുമായി സംസാരിച്ച് ഈ കരൾ നൽകാമെന്ന് ഒരു ധാരണയിലെത്തി. കരൾ തൃശ്ശൂർ പാലക്കാട് അതിർത്തിയിലുള്ള ഒരു വ്യക്തിക്കാണ് ഈ കരൾ നൽകിയത്. അവർ കൃത്യമായി അവർക്ക് അവരുടെ നിവൃത്തികേട് കൊണ്ട് എത്ര പണം വേണമെങ്കിൽ നൽകാമെന്നുള്ളൊരു ധാരണയിലെത്തിയിരുന്നു. അങ്ങനെ 10 ലക്ഷം രൂപ
നാഗേശ്വരിക്ക് നൽകാമെന്നൊരു ഉറപ്പ് ഇവർക്ക് ലഭിച്ചു. അങ്ങനെ ഈ ശസ്ത്രക്രിയയ്ക്ക് ഇവർ തയ്യാറായി. പക്ഷേ ഈ ശസ്ത്രക്രിയ ആരംഭിച്ച് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം 5 ലക്ഷം രൂപ മാത്രമാണ് നാഗേശ്വരിക്ക് നൽകിയത്. ഇവരുടെ അക്കൗണ്ടിലേക്കല്ല പണം വന്നത്. അതായത് ഈ ഇടനിലക്കാർ വഴിയാണ് പണം കൈമാറിയിരുന്നത്. അപ്പോൾ ഈ ഇടനിലക്കാർ തന്നെ ഈ പണം മുഴുവൻ എടുത്ത് ഇതിൽ 5 ലക്ഷം രൂപയിലധികം ഇടനിലക്കാരെടുത്ത് ബാക്കി 5 ലക്ഷം മാത്രമാണ് നാഗേശ്വരിക്ക് കൊടുത്തത്. പക്ഷേ സാധാരണഗതിയിൽ ഇത്തരത്തിൽ ആശുപത്രി ചെലവുകളൊക്കെ തന്നെ ഇടനിലക്കാരോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ആളുകളോ ഒക്കെ തന്നെയാണ് നൽകാറുള്ളത്. പക്ഷേ ഇവിടെ ഈ നാഗേശ്വരിയുടെ ഈ ശസ്ത്രക്രിയയ്ക്ക് ശേഷമുള്ള ആശുപത്രി ചെലവുകളും അവിടെ താമസിക്കാൻ വന്ന ചെലവുകളും ഒക്കെ തന്നെ നാഗേശ്വരിക്ക് ഈ ലഭിച്ച പണത്തിൽ നിന്ന് തന്നെ ചിലവാക്കേണ്ടി വന്നു. അതുമാത്രമല്ല, പിന്നീട് ഏകദേശം 1.5 ലക്ഷം 2 ലക്ഷം രൂപ മാത്രമാണ് നാഗേശ്വരിക്ക് കിട്ടിയത്. ഇത് നാഗേശ്വരിക്കുണ്ടായിരുന്ന കടം വീട്ടാനും മറ്റ് ചെലവുകൾക്കും ഒന്നും തന്നെ തികഞ്ഞില്ല എന്നുള്ളതാണ്. പിന്നീട് അവരുടെ ജീവിതം വളരെ ദുരിതത്തിലായി. 2 മക്കളെയും കൊണ്ട് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ, വീട് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ ഒരു അവസ്ഥ, അത്രത്തോളം ദുരിതത്തിലായി. പലതവണ ഈ ഏജന്റുമാരെ, തൃശ്ശൂർ പെരുമ്പിലാവിലുള്ള ഏജന്റുമാരെ സമീപിച്ചു. ഈ ഏജന്റിന്റെ രജനി എന്ന് പറയുന്ന ഏജന്റ് പിന്നീട് ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതായത് ഈ ഏജന്റിന്റെ സഹോദരി തന്നെ അവരുടെ ഒരു ഭർത്താവിൻ്റെ അക്കൗണ്ടിലേക്കാണ് ഈ പണം മുഴുവൻ ട്രാൻസ്ഫറായി വന്നത്. ഇവരൊക്കെ തന്നെ ഒരു സംഘമാണ്. ഈ സംഘത്തിന്റെ പ്രവർത്തികളെ കുറിച്ച് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് രാജേശ്വരി പറഞ്ഞത്. അതായത് ഇത്തരത്തിൽ പല ആളുകൾ, മറ്റാരൊക്കെയാണ് ഇത്തരത്തിൽ അവയവം നൽകിയതെന്നും ആരൊക്കെ പറ്റിക്കപ്പെട്ടു എന്നും വ്യക്തിപരമായി മറ്റാരെങ്കിലും രാജേശ്വരിക്ക് പരിചയമുണ്ടോ? വ്യക്തിപരമായി കുറച്ച് ആളുകളെ അറിയാം. പക്ഷേ ഈ ഒരു ഇത്തരത്തിലുള്ള സംഭവങ്ങൾ തുറന്നു പറയാൻ, സമൂഹത്തിന് മുന്നിൽ തുറന്നു പറയാൻ അധികം ആളുകളൊന്നും തന്നെ പുറത്തേക്ക് വരില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള വിവരങ്ങളൊന്നും തന്നെ കൃത്യമായ അവരുടെ പേര് വിവരങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അത് പങ്കുവയ്ക്കാനായി കഴിയില്ല എന്നുള്ളൊരു കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ തട്ടിപ്പിൻ്റെ ഒരു രീതി രാജേശ്വരി പറഞ്ഞത്, ഇത്തരത്തിൽ സാമ്പത്തികമായി വളരെയധികം ഞെരുങ്ങി നിൽക്കുന്ന ആളുകളെ ഇങ്ങനെ ചൂഷണത്തിനിരയാക്കുക മാത്രമല്ല, ഇപ്പോൾ ഈ ദാനം ചെയ്യുന്നവരെ മാത്രമല്ല, ഇതിന് ആവശ്യക്കാരെ വരെയും വളരെ ഒരു ദാക്ഷിണ്യവുമില്ലാതെ ചൂഷണം ചെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ എനിക്ക് ഏതെങ്കിലും അവയവം, കരളോ കിഡ്നിയോ ആവശ്യമുണ്ടെങ്കിൽ അതിന് ദാതാവിനെ ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞ് എന്നെ സമീപിക്കുന്നു. എൻ്റെ പക്കൽ നിന്ന് അഡ്വാൻസായി തുക വാങ്ങുന്നു. ഒരു ദിവസം ക്രോസ് മാച്ചിങ്ങിന് വേണ്ടി ഈ ദാതാവ് വരുന്നു. ആ വരുന്ന ദാതാവ് ഒരുപക്ഷെ യഥാർത്ഥത്തിൽ നൽകാൻ തയ്യാറായിട്ടുള്ള ഒരാളാവില്ല, ഇങ്ങനെ കബളിപ്പിക്കാനായി വരുന്ന ആളായിരിക്കാം. അപ്പോൾ ഒരു ദിവസം വരുന്ന ഈ ക്രോസ് മാച്ചിങ് ഉൾപ്പെടെയുള്ള മറ്റ് ചില ടെസ്റ്റുകൾക്കായി ഇവർ ആശുപത്രിയിൽ വരുന്നു. അവസാനം ഇവർ പിന്മാറി എന്ന് പറയുന്നു. പക്ഷേ അതിനോടകം തന്നെ 1-2 ലക്ഷം രൂപ എൻ്റെ നിന്ന് ഇവർ വാങ്ങിയിട്ടുണ്ടാകും. പിന്നീട് അടുത്തൊരു ദാതാവിനെ കണ്ടെത്തി തരാമെന്നൊരു ഉറപ്പ് എനിക്ക് നൽകുകയാണ്. അങ്ങനെയാണ് ഈ ഒരു തട്ടിപ്പിൻ്റെ ഒരു രീതി. മറ്റൊരു രീതി എന്ന് പറയുന്നത്, ഇപ്പോൾ രാജേശ്വരി ഇരയാക്കപ്പെട്ട പോലെ തന്നെ ഇത്തരത്തിൽ ഈ പണം നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് ഈ ഏജന്റുമാരുടെ അക്കൗണ്ടിലേക്ക് ഈ പേഷ്യൻസിൻ്റെ പക്കൽ നിന്നും പണം വാങ്ങി അവരുടെ അക്കൗണ്ട് വഴി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. അപ്പോൾ ഇരു കൂട്ടരും തമ്മിൽ യാതൊരു വിധത്തിലും കോണ്ടാക്റ്റ് ഇല്ല എന്നുള്ളതാണ്. ഈ പണവുമായി ബന്ധപ്പെട്ട ഇടപാടുകളൊക്കെ തന്നെ ഈ ഏജന്റുമാരും ഈ രോഗിയുടെ വീട്ടുകാരും തമ്മിലുള്ള രീതിക്കാണ്. അതാണ് ഇതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ചതിക്കുഴി എന്ന് പറയുന്നത് തന്നെ. രോഗിയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ നമുക്കൊന്നും പറയാനും പറ്റില്ല. കാരണം വളരെ അത്യാവശ്യമായ അത്യാസന്ന ഘട്ടത്തിലിരിക്കുന്ന രോഗികൾക്ക് എല്ലാ സാങ്കേതിക കാര്യങ്ങളും തീർത്തുകൊണ്ട് ഒരു അവയവം ലഭ്യമായി കിട്ടാൻ എത്രയോ കാലങ്ങൾ കാത്തിരിക്കേണ്ടി വരും. ആ കാത്തിരിപ്പിനിടയിൽ ജീവൻ പോലും പൊലിഞ്ഞു പോകുന്ന സാഹചര്യമായിരിക്കും. അതുകൊണ്ടായിരിക്കാം ഇവരൊക്കെ എത്രയും പെട്ടെന്നൊരു അവയവം ലഭ്യമാകട്ടെ, ജീവൻ രക്ഷിക്കാം എന്ന് കരുതി ഇതിനെ ഇറങ്ങുന്നതും. പക്ഷേ ഇത്തരം ചതിക്കുഴികളിൽ അവരും പെടുന്നുണ്ട് എന്നതാണ്. പലപ്പോഴും പിന്മാറുന്നു പാതി വഴിയിലെന്ന് പറഞ്ഞ് പണം നഷ്ടപ്പെട്ടു പോകുന്നു. അപ്പോഴും ഇവർ ഈ അവയവത്തിന് വേണ്ടിയുള്ള അന്വേഷണം അവർക്ക് അവസാനിപ്പിക്കാൻ കഴിയില്ല. വീണ്ടും അടുത്ത ആളിലേക്ക് പോകുന്നു. അവിടെയും ചിലപ്പോൾ അവർക്ക് ലക്ഷങ്ങൾ നഷ്ടപ്പെട്ടേക്കാം. അങ്ങനെ അവരുടെ ഭാഗത്തും ഈ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു. 2 കൂട്ടരെയും പറ്റിക്കാണ് ഈ ഏജന്റുമാർ ചെയ്യുന്നത്, അല്ലേ? തീർച്ചയായും 2 കൂട്ടരെയും, അതായത് ഇപ്പോൾ രോഗിയുടെ വീട്ടുകാരെ ഈ നാഗേശ്വരി ഒന്നും പറയുന്നില്ല. അതായത് അവർ വളരെ സത്യസന്ധതയോടുകൂടിയും വളരെ അനുകമ്പയോടുകൂടിയുമാണ് തന്നോട് പെരുമാറിയത് എന്നുള്ളതാണ്. ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി തൻ്റെ ഒരു പ്രശ്നം അറിഞ്ഞ് അവർ വീണ്ടും സഹായിച്ചു, നാഗേശ്വരിയെ വീണ്ടും സഹായിച്ചിട്ടുണ്ട്. പക്ഷേ അവർക്ക് സഹായിക്കാൻ കഴിയുന്നതിൻ്റെ ഒരു പരിധി ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതലായി സഹായിക്കാൻ കഴിയില്ലായിരുന്നു. പക്ഷേ ഈ രോഗിയുടെ വീട്ടുകാരെയും ഈ ഏജന്റുമാർ പറ്റിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അത് ഈ സുധീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്, അത് തൃശ്ശൂർ സ്വദേശിയാണ്. മാത്രമല്ല
മാത്രമല്ല ഇവരുടെയൊക്കെ ഒരു ഗ്യാങ് ആണ്. ഈ ഒരു ഗ്യാങ് പലയിടങ്ങളിലായി വ്യാപിച്ചു നിൽക്കുകയാണ്. അതിലൊരു വക്കീലുണ്ടെന്ന് പറയുന്നു, ഒരു അധ്യാപകനുണ്ടെന്ന് പറയുന്നു. അങ്ങനെ പല വിധത്തിലുള്ള ആളുകൾ, പല മേഖലയിൽ നിന്നുള്ള ആളുകളൊക്കെ തന്നെ ഈ ഒരു മാഫിയയുടെ ഭാഗമായി ഉണ്ട് എന്ന് നാഗേശ്വരിക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ അവരുടെ ഒന്നും തന്നെ കൃത്യമായ വിവരങ്ങൾ, ഈ ഏജന്റുമാരാണെങ്കിൽ പോലും അവരുടെ കൃത്യമായ വിവരങ്ങളൊന്നും തന്നെ ഈ ദാതാവിനോ അല്ലെങ്കിൽ ഈ പേഷ്യൻസിനോ ഒന്നും തന്നെ നൽകുകയില്ല. പക്ഷേ ഇവർ എല്ലാം നൽകാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് എല്ലാ സമയവും കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇവരുടെ ചതിക്കുഴിയിൽ വീണ് കഴിഞ്ഞാൽ പിന്നെ ലക്ഷങ്ങൾ നഷ്ടമാകും. അത് ആവശ്യമുള്ളവർക്ക് അവയവം നൽകാൻ മുന്നിട്ട് വരുന്നവർക്കും ഒക്കെ വലിയ ചതിയാണ് സംഭവിക്കുന്നത്. ലിഷോയ് പറഞ്ഞതുപോലെ ഒരു അവയവം ദാനം ചെയ്തുകൊണ്ട് ജീവിതം പച്ചപിടിപ്പിക്കാൻ ഒരാൾ ശ്രമിക്കുന്നു, ആ അവസ്ഥയിലേക്ക് ചിന്തകൾ എത്തുന്നു എങ്കിൽ അയാളുടെ ജീവിതത്തിലെ ഗതികേട് എത്രത്തോളം എന്നാണ് നമ്മൾ ആലോചിക്കുന്നത്.